ഹലോ, ഇന്നത്തെ എൻട്രി ജർമ്മൻ 40 എന്താ എൻട്രി എടുത്തതെന്ന് ഞാനിപ്പോൾ കാണിക്കാം. സോ 4 hourly ചാർട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു 4 hourly ചാർട്ടാണ്. 4 hourly ചാർട്ടിൽ നമുക്കൊരു ലോ കാണാം, ഇതൊരു ഹൈ കാണാം, വീണ്ടും ഒരു ഹയർ ലോ കാണാം, വീണ്ടും ഒരു ഹയർ ഹൈ കാണാം, വീണ്ടും ഒരു ഹയർ ലോ കാണാം. അപ്പോൾ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് പുതിയൊരു ഹയർ ഹൈ ഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലോങ് എടുത്തത്. സോ ഈ ട്രേഡിൽ ഈ ഒരു ടൈമിലായിരുന്നു ഞാൻ എൻട്രി പ്ലാൻ ചെയ്തത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ സെഷൻ്റെ ഏകദേശം ഒരു അവസാനവും ലണ്ടൻ സെഷൻ്റെ ഒരു ഓപ്പണിംഗ് ടൈമുമാണ്. സോ ഞാൻ 1 hourലേക്ക് പോയി കാണിച്ചു തരാം. 1 hourലേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചത്, സോ ഏഷ്യൻ ടൈമിൻ്റെ ഏകദേശം ഒരു അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തത്. സോ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഏഷ്യൻ ടൈമിലെ ലോ മാർക്ക് ചെയ്തു. അതായത് ഏകദേശം ഈ ഒരു പോയിന്റിൽ വരും, ഏഷ്യൻ ടൈമിലെ ലോ. അതൊരു ഗ്രീൻ ലൈനിൽ ഞാൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് വെയിറ്റ് ചെയ്തത് ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലൈനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് ഏഷ്യൻ ലോയിൽ ലിക്വിഡിറ്റി സോൺസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ലിക്വിഡിറ്റി ഓർഡേഴ്സിൽ വന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് എയിം ചെയ്തിട്ടാണ് ലോങ് എൻട്രി എടുത്തത്. അപ്പോൾ ഞാൻ 5 minutesലേക്ക് അത് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ 5 minutesലേക്ക് പോയി. 5 minutes നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ടാപ്പ് ചെയ്ത സ്ഥലത്തു നിന്ന് നല്ലൊരു റിയാക്ഷൻ തന്നെ എനിക്ക് കാണാൻ പറ്റി. ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഓഫ് സ്ട്രക്ചർ പോലൊക്കെ തന്നെ കാണാൻ പറ്റി. ഇതൊരു ഹൈ ആണ്, ഇതൊരു പുതിയ ലോ ആണ്, അത് കഴിഞ്ഞിട്ട് പുതിയൊരു ഹൈ ഉണ്ടാക്കി. ആ ഒരു സമയത്ത് ഇങ്ങനെയൊരു ഷിഫ്റ്റ് ഓഫ് സ്ട്രക്ചർ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻട്രി ചെയ്തു, ലോങ് എൻട്രി. ടാർഗറ്റ് ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്വിങ് ട്രേഡ് പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാൻ എൻട്രി ചെയ്തിട്ട് ഈ ഒരു 270 എന്നുള്ള റീജിയണിൽ നമ്മൾ ടാർഗറ്റ് ഇട്ടു. അത് അത്രയും ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്സ്, ഇവിടെ ഒരു ഗ്യാപ്സ് ഉണ്ട്, ഈ ഗ്യാപ്സ് ഒന്നും ഫില്ലായിട്ടില്ല. ഇപ്പോൾ എത്ര നല്ലതായിട്ട് ബുള്ളിഷിൽ പോയി കഴിഞ്ഞാലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഞാൻ ആ ഗ്യാപ്പിൻ്റെ ഏറ്റവും അറ്റത്താണ് ഒരു 25,270 റീജിയനിലാണ് ഞാൻ ടാർഗറ്റ് ഇട്ടത്. സ്റ്റോപ്പ് ലോസ് ഇട്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 820 റീജിയനിലാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്. സോ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്, ഇവിടെയാണ് ടാർഗറ്റ് ഇട്ടത്. നല്ലൊരു റിസ്ക് റിവാർഡായിരുന്നു. ഏതാണ്ട് ഏകദേശം ഒരു 1:5 or 6 ഇതിൽ കൂടുതൽ റിസ്ക് റിവാർഡായിരുന്നു. അത് കാരണമാണ് എൻട്രി ചെയ്തത്. സോ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 minutesലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നിന്ന് വീണ്ടും സെല്ലേഴ്സ് അഗ്രസീവായിട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 820 റീജിയനിലായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് തിരിച്ചൊന്ന് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ 4 hourലേക്ക് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ സ്ട്രക്ചർ കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വൺസ് ഈ ഒരു സ്വിങ്ങിൻ്റെ ലോയിൽ ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക ഒരു ട്രെൻഡ് റിവേഴ്സലായെന്ന്. പക്ഷേ ആസ് ലോങ് ആസ് ഈ ഒരു സ്വിങ് ലോ ബ്രേക്ക് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റില്ലൊരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്ത് വൺസ് ഈ പ്രൈസ് ഇവിടെ ഈ ഒരു ഗ്രേ സോണിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള റീ എൻട്രി പ്ലാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് ലോസ് അയക്കുന്നത് ഏകദേശം ഒരു 428 pounds ആണ്. അപ്പോൾ അതായത് ഏകദേശം ഒരു 54,000 rupees. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് മാത്രമല്ല ഉണ്ടാവുക. നമ്മൾ ലോസസിനെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ നല്ലൊരു ദിവസത്തിന് വേണ്ടി, നല്ലൊരു സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, പേഷ്യൻറ്റോടുകൂടി ഇരിക്കുക. നല്ലൊരു സെറ്റപ്പ് വരുമ്പോൾ നമുക്ക് ഈ ലോസസൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. റിവെഞ്ച് ട്രേഡിന് പോകാതിരിക്കുക. കാരണം നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ഒരു ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ വെച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു ട്രേഡിൽ ഞാനിവിടെ ഇപ്പം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 500 pound, ഒരു 50,000 രൂപയുടെ എൻ്റെ പോയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും റിവെഞ്ച് കൂടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും റിവെഞ്ച് ട്രേഡ് ചെയ്ത് എൻ്റെ ക്യാപിറ്റൽ മൊത്തം ഞാൻ കളയും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക നല്ലൊരു സെറ്റപ്പിന് വേണ്ടിയിട്ട്. നല്ലൊരു സെറ്റപ്പ് വരുമ്പോൾ നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കുക. വൺസ് ഈ പ്രൈസ് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ
ഞാൻ ചിലപ്പോൾ തിരിച്ച് ട്രേഡ് എടുത്തു എന്ന് വരും. അതൊരു റിവഞ്ച് ട്രേഡ് അല്ല, അത് നമ്മുടെ സെറ്റപ്പിൽ തന്നെ 4 hourly സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 1 hourly സ്റ്റിൽ ബുള്ളിഷ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് റീ എൻട്രി പ്ലാൻ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. സോ അങ്ങനെ നമ്മൾ നല്ലതായിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.